ഭക്ഷണം കഴിച്ച് മാറാത്ത സങ്കടം ഉണ്ടോ അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല, എന്നാലും ബീഫ് ബിരിയാണി കഴിക്കാനൊരു കൊതി. ഒന്നും നോക്കിയില്ല, മാർക്കറ്റിൽ പോയിട്ട് നല്ല ബീഫ് വാങ്ങി വന്നു. കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും കൂടി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുവാണ് കേട്ടോ. ഇനി ചോറ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അതിന് മുമ്പായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. വീട്ടിൽ പശുക്കൾ ഉണ്ടായതുകൊണ്ട് അമ്മ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് വീട്ടിലുണ്ടാക്കി വിൽക്കാറുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടു. ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തു മാറ്റി വെച്ചു. സെയിം ഗീയിലേക്ക് തന്നെ കുനുകുനാ അരിഞ്ഞ ക്യാരറ്റും കൂടി ഇട്ടിട്ടോ. അത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് വെള്ളം ചേർക്കാനുള്ള പുറപ്പാടിലാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ നമ്മൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അച്ഛനും അമ്മയും ബീഫ് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പേർക്കും വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളം ചേർത്ത ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടു. ഒരു ഹാഫ് ചെറുനാരങ്ങ നീരും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് 2-3 ഏലക്കായും കൂടി ഇട്ടിട്ട് വെട്ടി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചു. അത് വെന്ത് വരുമ്പോഴേക്കും മസാല ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1 തക്കാളിയും കൂടി മിക്സിയിൽ അരച്ച് വെച്ചു. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 2 സവോളയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്തു കേട്ടോ. അത് വഴന്ന് വരുമ്പോഴേക്കും ഇപ്പുറത്ത് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറൊന്ന് ഇളക്കി ഞാൻ മാറ്റി വെച്ചു. സവോളയിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി 5-6 കറിവേപ്പിലയും കൂടി മുറിച്ചിട്ടിട്ട ശേഷം പൊടികൾ ഇടാനുള്ള സമയമാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും 1 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ടു. ഈ മസാല ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് തിളച്ച് വരണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഒരിച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി പുതിന ഇലയും കൂടിയിട്ട് മുറിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചു. ഈ ഒരു ഗ്രേവി പരുവം വേണം, എന്നാലേ ദമ്മിടുമ്പോൾ ആ ഒരു മസാലയ്ക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ദമ്മിടാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട ശേഷം നമ്മൾ ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് ചോറും കൂടി മുകളിൽ ഇട്ട് കൊടുത്തു. അതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ചെയ്തിട്ടിട്ട് 1 സ്പൂൺ നെയ്യും കൂടി മുകളിൽ ഒന്ന് തൂവിയിട്ട് അടച്ച് വെച്ചു. ഒരു 20 മിനിറ്റെങ്കിലും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ആവി കയറ്റണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴേക്കും നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല മൊരിഞ്ഞ പപ്പടവും ചൂട് മിൻറ്റീൻ്റെ കൂടെ സെർവ് ചെയ്യുക. ഇഷ്ടമായ ഇതൊന്ന്